എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട്, അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ഒരു പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പേര് ചേർത്ത് ഒന്നും വന്നയാളല്ല ഞാൻ. അത് നാട്ടിലില്ല, അസാമിലാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്താണ് എൻ്റെ TSOയുടെ ഹിയറിങ്ങിന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീപാർവതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ആ വാർഡിലെ മെമ്പർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ശ്രീപാർവതിയുടെ മൊഴിക്ക് വിലയില്ല, എൻ്റെ മൊഴിക്ക് വിലയില്ല, സത്യസന്ധമായിട്ടുള്ള സാഹചര്യത്തിന് വിലയില്ല, അയൽക്കാരുടെ സത്യസന്ധമായിട്ട് മൊഴി കൊടുത്ത അയൽക്കാർക്ക് വിലയില്ല, ആ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ വാർഡിലെ മെമ്പർ കൊടുത്ത മൊഴിക്ക് വിലയില്ല. പകരം CPIയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടൂരിലെ TSOയ്ക്ക് കൊടുത്ത രാഷ്ട്രീയ നിലപാടിനും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും മാത്രമേ വിലയുള്ളൂ എന്നുള്ള തീരുമാനത്തിന് നമുക്ക് TSO ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ 60 ദിവസം നോട്ടീസ് പീരീഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഉറപ്പായിട്ടും ഒരു ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ തൊഴിലാളികളായിട്ട് മാറുന്നുണ്ട് എങ്കിൽ, എന്ത് തരത്തിലും മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ രാഷ്ട്രീയ പകപോക്കലിന് കൂട്ടുനിൽക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഉദ്യോഗസ്ഥർക്കെങ്കിലും അതിന്റെ ശിക്ഷാ നടപടി ശരിയായി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കൃത്യമായ സന്ദേശം പുറത്തേക്ക് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടൂർ TSOയ്ക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് മുന്നോട്ട് പോകാനേ. നമസ്കാരം. ഭരണം കയ്യിലുണ്ട് എന്ന് കണക്കാക്കി എന്ത് തെണ്ടിത്തരവും ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഞങ്ങൾ അവൾക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്, സ്ത്രീ സുരക്ഷയ്ക്കൊപ്പമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പൊതു ഇടങ്ങളിൽ വന്ന് പുലമ്പുന്ന KSRTC ബസ്സുകളുടെ മുഴുവൻ ഭിത്തികളിലും എഴുതി പ്രചരിപ്പിക്കുന്ന ഭരണകക്ഷിയുടെ പ്രധാന ഘടകകക്ഷിയായ CPIയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ വാക്കുകളാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ശ്രീനാദേവി കുഞ്ഞമ്മ CPIയിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. പത്തനംതിട്ട CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ CPIയിൽ നിന്നുണ്ടായ രോഷത്തിന്റെ ഫലമായി, വ്യക്തിവിരോധത്തിന്റെ ഫലമായി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡും അവർക്ക് ഇഷ്ടദാനമായി പത്തനംതിട്ട ജില്ലയിൽ കിട്ടിയ ഭൂമിയുടെ വരെ രജിസ്ട്രേഷനും വരെ റദ്ദ് ചെയ്യാൻ നടക്കുന്ന CPIയുടെ കൈവശമുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ വകുപ്പും റവന്യൂ വകുപ്പും ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ അധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് CPI നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ ചക്കളത്തി പോരാട്ടങ്ങൾ എന്നോട് വേണ്ട എന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തുറന്നടിക്കുന്നത്. അധികാരം, ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്ത് തെണ്ടിത്തരവും ചെയ്യാമെന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയായ തന്നോട് സ്ത്രീ സുരക്ഷയുടെ വക്താക്കളെന്ന് നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന ഈ സർക്കാരിന്റെ ഭാഗമായി നിലകൊള്ളുന്ന CPIയുടെ നേതാക്കൾ ചെയ്യുന്ന നെറുകേടുകൾക്ക് കൃത്യമായി തന്നെ പകരം ചോദിക്കും. തന്റെ റേഷൻ കാർഡ് റദ്ദ് ചെയ്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ എന്ത് തരത്തിലുള്ള ക്ലേശങ്ങൾ സഹിച്ചിട്ടായാലും നടപടിക്രമങ്ങളുമായി താൻ മുന്നോട്ട് പോകും. തന്റെ ജീവിതകാലം കൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്റെ എങ്കിലും അഴിമതിക്കും അരാജകത്വത്തിനും മറുപടി കൊടുക്കാൻ, നിയമപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി താൻ തുനിഞ്ഞിറങ്ങും എന്ന് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അടൂരിൽ നിന്നും ആറന്മുളയിൽ നിന്നും വീണ ജോർജിനെതിരായി ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ CPI ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കുരച്ചു ചാടുന്നത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ സാക്ഷ്യം ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ തനിക്ക് തന്റെ കാരണവന്മാർ ഇഷ്ടദാനം ചെയ്ത ഭൂമിയുടെ രജിസ്ട്രേഷൻ വരെ ക്യാൻസലാക്കാൻ വേണ്ടി റദ്ദ് ചെയ്യാൻ നടക്കുകയാണ് കയ്യിലുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സർക്കാരും സർക്കാരിന്റെ ഘടകകക്ഷിയായ CPIയുടെ കിങ്കരന്മാരും എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. താൻ ജനിച്ച കാലം മുതൽ തന്റെ വിദ്യാഭ്യാസവും ജീവിതവുമെല്ലാം പത്തനംതിട്ട ജില്ലയിൽ തന്നെയായിരുന്നു. താൻ കൊല്ലംകാരിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനാണ് ഇപ്പോൾ CPI ശ്രമിക്കുന്നത്. CPIയുടെ പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുമ്പോൾ ഇവർക്ക് ഈ ധാരണയുണ്ടായിരുന്നില്ല. അന്ന് താൻ പത്തനംതിട്ട ജില്ലക്കാരിയായിരുന്നു. ഇപ്പോൾ തന്റെ റേഷൻ കാർഡ് വരെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചന ജുഗുപ്സാവഹമാണ് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഭരണവർഗത്തിനും ഭരണത്തിന്റെ അധികാരം സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നതിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചും മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ വ്യാജരേഖ എന്നുള്ള പദം അവിടെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ആ റേഷൻ കാർഡിൽ പേരും ആ വോട്ടർ ID കാർഡിൽ പേരും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് ഇതേ ബൂത്തിൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് വ്യാജരേഖയാണ് എന്നുള്ളത് ഇപ്പോൾ ഒരു വിഷയം പോപ്പപ്പ് ചെയ്യുന്നതിന്റെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ്. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ളവർ എന്ന് പറയപ്പെടുന്ന 3 പേരെ കൊണ്ട് ഈ ഒരു പരാതി കൊടുക്കും. 2 പേരും ബാംഗ്ലൂരുള്ളവരാണ്, ഒരാൾ വിദേശത്ത് ദുബായിലാണ്. അപ്പോൾ ഈ 3 പേരും കൂടി ഈ ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പം മുൻപോട്ട് വരുന്നത് കൃത്യമായ CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ട് പത്തനംതിട്ട ജില്ലാ കോടതിയിൽ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ പരാതി എനിക്കെതിരായിട്ട് വന്നിട്ടുള്ളത്.
പിന്നെ പത്തനംതിട്ട ജില്ലയുമായിട്ട്, അപ്പോൾ ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ്, എനിക്ക് പത്തനംതിട്ട ജില്ലയുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നവരോട് പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വത്തിനും ഇടതുപക്ഷത്തുകാർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തിനപ്പുറത്തേക്ക് 2016 മുതൽ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വനിതകലാസാഹിതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ 2018-19 കാലയളവിലാണ് ഐപ്സോ എന്ന് പറയുന്ന ദേശീയ സംഘടനയുടെ ഓൾ ഇന്ത്യ പ്രോഗ്രസ് പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗമായത് പത്തനംതിട്ട ജില്ലയിലെ ഡെലിഗേറ്റ് ആയിട്ടാണ്. 2018-19 കാലയളവിലാണ് ഞാൻ അതിന്റെ ദേശീയ സമിതിയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ കൊല്ലം ജില്ലക്കാരിയാണ് എങ്കിൽ, കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്? അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ അമ്മാവി, എൻ്റെ അമ്മാവൻ്റെ അമ്മാവിയുടെ വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ് അടൂര മണക്കാലയിലെ വീട്. അതിനു മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 2 സ്കൂളുകളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളുകളിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് എൻ്റെ അമ്മാവിയുടെ 2 വാടക വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട്, അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കുട്ടികളുടെയൊക്കെ അഡ്രസ്സിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടത്തായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അഡ്രസ്സിലേക്ക് മാറ്റപ്പെടുന്നത് എല്ലായിടത്തും കാണുന്ന ശൈലിയാണ്. എനിക്കിതൊരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പലയിടത്തും പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളോട് പോലും ഇത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ഒരു പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പേര് ചേർത്ത് ഒന്നും വന്നയാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ ഞാൻ താമസിക്കുന്ന, എനിക്ക് ബന്ധമുള്ള, എനിക്ക് ആത്മബന്ധത്തിനപ്പുറം പറയാൻ സാധിക്കുന്ന, എൻ്റെ അമ്മയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബന്ധമില്ലാത്തൊരു വ്യക്തിയല്ല. അമ്മാവൻ ഇപ്പോൾ അവർ പറയുന്നത് അമ്മൂമ്മയുടെ അകന്ന ബന്ധം, അവരുടെ അമ്മൂമ്മയുടെ അകന്ന ബന്ധം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇത് ഇപ്പോൾ റിലേഷൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇവരുടെ തന്നെ ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള 3 പേരാണ്: ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത്. അതിൽ ശ്രീജിത്ത്, ശ്യാംജിത്ത് എന്നിവരാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നത്. ഇത് ഒരു ഡോക്യുമെന്റ് ആണ്, പ്രമാണം, എൻ്റെ പേരിലുള്ള പ്രമാണമാണ്. ഇത് എഴുതി തന്നിരിക്കുന്നയാൾ ശ്രീപാർവതി S. പിള്ള എന്ന് പറയുന്നയാൾ ഈ പറയുന്ന 3 പേരുടെയും ഒരേ ഒരു സഹോദരിയാണ്. അവർ 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ സഹോദരിയാണ് ശ്രീപാർവതി S. പിള്ള. അപ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ്? പറയട്ടെ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേണ്ട 3-ാമത്തെ പേജിലായിട്ട് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. കണ്ണകത്ത് കുഞ്ഞൻപിള്ളയുടെയും അയണിവേലിൽ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 7 മക്കളിൽ 4ാമത്തെ മകളായ L. അമ്മുക്കുട്ടി അമ്മയുടെ മകൻ സോമനാഥൻ പിള്ളയുടെ മകളായ ഞാൻ, മേൽപ്പറഞ്ഞ കുഞ്ഞൻപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 6ാമത്തെ മകളായ L. ശാരദാമ്മയുടെ മകളായ S. ഗിരിജാദേവി അമ്മയുടെ മകളുമായ താങ്കൾ, മേൽപ്പറഞ്ഞ വസ്തുവിലുള്ള വീട്ടിൽ താമസിച്ച് എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നും 2015 മുതൽ മരണം വരെ എൻ്റെ മാതാപിതാക്കളെ പരിചരിച്ചും സംരക്ഷിച്ചും മേപ്പടി വസ്തുവും വീടും നോക്കി നടത്തി വന്നിരുന്നതും ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. മേൽപ്രകാരം എന്ന് തുടങ്ങിയാണ് ഈ പ്രമാണത്തിൽ ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കുക. കാരണം ഇഷ്ടദാന ആധാരമാണ്. ഇതിൽ കൃത്യമായിട്ട് ബന്ധം എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. വ്യാജ ചുരുക്കി നമുക്ക് എന്ത് ബന്ധമെന്ന് പറയാൻ കഴിയും? അവർക്ക് ഒരു ബന്ധമല്ല അവർ പറയുമ്പോൾ നമുക്ക് എന്ത് ബന്ധമാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയും ഈ ഇന്നലെ നിങ്ങളെല്ലാവരെയും കണ്ട 2 പേരുടെ അച്ഛൻ്റെ അമ്മയും സിസ്റ്റേഴ്സാണ്, സഹോദരങ്ങളാണ്. ആ വീട്ടിൽ അഡ്രസ് വരാൻ കാര്യം, ആ വീട്ടിലേക്ക് അഡ്രസ് വരാൻ കാര്യം എന്താ? കഴിഞ്ഞ തവണ CPIക്ക് മത്സരിച്ചപ്പോൾ അവിടെ ചേർത്താണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുമ്പോഴാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പത്തനംതിട്ടയിലാണ്. ഞാൻ 2016 മുതൽ, കോളേജ് കഴിഞ്ഞ കാലം മുതൽ വനിതകലാസാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. എന്നെ സംബന്ധിച്ച് സംഘടന 2018 നടന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള, അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് അവിടുത്തെ ഭരണസമിതിയായിരുന്നു. ആ സമയത്ത് ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്ത അവിടെ നിന്നാണ്. മനോരമ ന്യൂസ് ചാനൽ നമ്മുടെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച അവിടെ സംഘടിപ്പിച്ചപ്പോൾ, പോർക്കളം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ 2019 ഞാൻ മെമ്പർ അല്ല എന്ന സമയത്ത് ഞാൻ അവിടെ നടന്ന മനോരമയുടെ ഡിസ്കഷനിൽ ഇപ്പോഴത്തെ MLA ആയ ശ്രീ KU ജനീഷ് കുമാറിനൊപ്പം പങ്കെടുത്തത് ഞാനാണ്. എന്നെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു ചർച്ചയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇവർ പറയുന്ന കൊല്ലം ജില്ലയിലെ എൻ്റെ വീട്, എൻ്റെ കുടുംബ വീട്
വീടെന്ന് പറയുന്നത് കുന്നത്തൂർ നിയോജകമണ്ഡലമാണ്. കുന്നത്തൂർ നിയോജകമണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാമുള്ള MLA ശ്രീ കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഈ പറയുന്ന ഒരു ചർച്ചകളിലോ ഒന്നിന്റെയും ഭാഗമായിട്ട് പോയിട്ടില്ല. ഉണ്ട് 2016 അടൂരിൽ ചിറ്റയം ഗോകുമാർ MLA ആയതിനു ശേഷം അദ്ദേഹം തന്നെ അവിടെ MP സ്ഥാനാർത്ഥിയായിട്ട് മാവേലിക്കരയിൽ വന്ന ഒരു സമയത്ത് മാത്രമാണ് അടൂര് MLA അവിടേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ചില വേദികളിൽ ഞാൻ സംസാരിക്കാൻ. പോലീസിലേക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഇവര്, അതായത് വ്യാജരേഖ ചമച്ചു, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, റേഷൻ കാർഡിൽ വന്നു, അപ്പോൾ അതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ കാണിച്ച ആധാരം എന്ന് പറയുന്നത് ഈ വിവാദം ഉണ്ടായ ശേഷം രജിസ്റ്റർ ചെയ്തതാണ്, അതിന് വലിയ വാലിഡിറ്റി ഇല്ല എന്ന്. അതായത് മുന്നോട്ട് പോകുമ്പോൾ ശ്രീനയുടെ ഇലക്ഷൻ റദ്ദാക്കപ്പെടുന്നതിലേക്ക് പോകുന്നത് കണ്ടാണ് ഈ നീക്കമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു പിന്നീട് എടുത്ത നീക്കമാണോ ഈ ഒരു ഇഷ്ടദാനത്തിന്റെ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നുള്ള പ്രയോഗത്തോടെ എനിക്ക് പറയാനുള്ളൂ. CPIയുടെ ജില്ലാ നേതൃത്വത്തോടും എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്നാ എൻ്റെ റേഷൻ കാർഡ് ഒന്ന് റദ്ദ് ചെയ്തത്? റേഷൻ കാർഡ് റദ്ദ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത വന്നത്? ഞാൻ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. ഈ വാർത്ത അവരറിയുന്നത് മാർച്ച് മാസം 8-ാം തീയതിയോടുകൂടി ഇതെല്ലാവരും അറിയുന്നു. 9-ാം തീയതി തൊട്ട് ഫേസ്ബുക്കിൽ പതിയെ പ്രചരണം തുടങ്ങുന്നു. നിങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്ന ഏത് ടീലാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നിപ്പോൾ 13-14 ആവുന്നു. അപ്പോൾ 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഈ പ്രമാണത്തിന് ശേഷം ഇനി ഈ കേസ് മുന്നോട്ട് പോയാൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നും ശ്രീപാർവതി എൻ്റെ കൂടെ സത്യം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് എനിക്ക് ഒപ്പമുണ്ട് എന്നും ഇപ്പോൾ ഞാൻ ആ വീടിൻ്റെ ലീഗൽ ഓണറാണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും ആ പ്രമാണം ആ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണ്ട സാഹചര്യം. പറയട്ടെ അതെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടായ വലിയ ആത്മസംഘർഷവും വലിയ ഫ്രസ്ട്രേഷനും അവർക്കുണ്ട്. അത് CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്, മുൻ ജില്ലാ സെക്രട്ടറിക്ക്, ഇപ്പോൾ എനിക്കെതിരെ ഇലക്ഷന്റെ പരാതി കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാൻ പാർട്ടിയിൽ 2022-ൽ സഖാവ് കാനം രാജേന്ദ്രന് പരാതി കൊടുക്കുമ്പോൾ അതിൽ 2 പേരുടെ അഴിമതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരാളെക്കുറിച്ചും ഒരാളുടെ പൂർണ്ണമായ അഴിമതിയും. ആ 2 പേരിൽ ഒരാളാണ് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം വലിയ സ്വപ്നമായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും CPIയുടേതാണ് എന്നുള്ളത് കൊണ്ട് ഈ 2 വകുപ്പുകളിലും തങ്ങൾക്ക് ചെലുത്താവുന്ന എല്ലാ പരമാവധി അധികാര ദുർവിനിയോഗവും നടത്തിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്ന് പറയുന്ന, അയോഗ്യത കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഗൂഢാലോചന നടന്നു വരികയായിരുന്നു. തീർച്ചയായിട്ടുമാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ സജീവമായി രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും നിൽക്കുന്നു. എനിക്ക് കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടുത്തെ നേതാക്കൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പള്ളിക്കൽ വന്നതിന് ശേഷം ഒരു പബ്ലിക് സ്പേസിലേക്ക് പലയിടത്തും സംസാരിക്കുന്ന സമയം വരുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ ചില പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കും. കൂടുതലും കോട്ടയം എല്ലാ ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വിളിക്കുമ്പോൾ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പലയിടത്തും പ്രസംഗിക്കുവാനും പരിപാടികൾ പങ്കെടുക്കുവാനും പ്രഭാഷക എന്നുള്ള നിലയിലും 2014-15 ആ സമയം മുതൽ ഞാൻ കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ വിളിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ പോകാറുണ്ട്. അതല്ലാതെ കൊല്ലവുമായിട്ട് എനിക്ക് സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു ബന്ധമോ ഒരു അംഗത്വം പോലും അവകാശപ്പെടാനില്ല. കാരണം കൊല്ലം ജില്ലയിലെ ഒരു സംഘടന, ഏറ്റവും കുറഞ്ഞതൊരു സാംസ്കാരിക സംഘടനയുടെ പോലും ഭാഗമായി ഞാൻ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുന്നിടത്തേക്ക് സംസാരിക്കാൻ പോകുന്നു, പ്രഭാഷണത്തിന് പോകുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും എനിക്ക് കൊല്ലം ജില്ലയുമായിട്ടോ തിരുവനന്തപുരമായിട്ടോ